ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തര അപേക്ഷ തള്ളി US സുപ്രീം കോടതി. പാകിസ്ഥാനിൽ ജനിച്ച മുസ്ലിമായതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുമെന്നാരോപിച്ചായിരുന്നു റാണ അപേക്ഷ സമർപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഈ അപേക്ഷ തള്ളിയതോടെ ഇനി റാണയെ ഇന്ത്യക്ക് കൈമാറാമല്ലോ അല്ലേ? അരുണ്യ, തീർച്ചയായും അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലൊരു അപ്പീലിലേക്ക് കൂടി റാണ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ആ അപ്പീലാണ് US കോടതി തള്ളിയിരിക്കുന്നത്. 2023 മെയ് 18-നാണ് ഇന്ത്യയുടെ വാദം, അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ള ഇന്ത്യയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് US കോടതി 2023 മെയ് 18-നാണ് റാണയെ കൈമാറാൻ തീരുമാനിച്ചത്. പിന്നീട് ഈ കനഡിയൻ പൗരനായിട്ടുള്ള ഇയാളുടെ കൈമാറ്റത്തിനെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിവിധ കോടതികളിലായി, ഫെഡറൽ കോടതികളിലായി കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായി ഇയാൾ പലപ്പോഴും നൽകിയ അപ്പീലുകളുടെ വിധിയിലാണ് ഈ ഒരു കൈമാറ്റം നീണ്ടു പോയിക്കൊണ്ടിരുന്നത്. താൻ ഒരു പാകിസ്ഥാൻ മുസ്ലിം ആയതുകൊണ്ട് ഇന്ത്യയിൽ പീഡനം നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു അവസാനം അയാൾ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അയാൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വിചാരണ നേരിടുന്നതിന് വേണ്ടി അയക്കുന്നതിൽ അഭിഭാഷക സംഘം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ സ്വേച്ഛാധിപത്യ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണെന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് US കോടതിയിൽ ഇത്തരത്തിലൊരു അപ്പീല് റാണയുടെ അഭിഭാഷകർ നൽകിയത്. പക്ഷേ അതൊന്നും തന്നെ US കോടതി വകവെക്കുന്നില്ല. ഇത്തരത്തിൽ അവസാനത്തെ പ്രതീക്ഷ എന്ന നിലയ്ക്ക് നൽകിയ ഈ ഒരു അപേക്ഷ കൂടി തള്ളിയോടുകൂടി തന്നെ ഇനിയും റാണയ്ക്ക് ഇന്ത്യയിൽ തന്നെ വിചാരണ നേരിടേണ്ടി വരും. അരുണ്യ, ശരി. US സുപ്രീം കോടതിയാണ് റാണയ്ക്ക് ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള അപേക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിയത്. മനീഷ് ഐഷ മാത്യുവിന്റെ വിശദാംശങ്ങൾ നൽകിയത്.